അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അൺറിയലിൽ എങ്ങനെ മെറ്റാഹ്യൂമൻ റിഗ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അൺറിയൽ എഞ്ചിൻ 5.6 എപ്പിക് ഗെയിമിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിൽ ലോഞ്ചിൽ ഓപ്ഷൻസിൽ നമ്മൾ മെറ്റാഹ്യൂമൻ ക്രിയേറ്റർ കോർ ഡാറ്റ എന്നുള്ള സാധനം എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഞ്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ആയി വരും. എഡിറ്റ്സിൽ പ്ലഗിൻസിൻ്റെ അകത്ത് മെറ്റാഹ്യൂമൻ സെർച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് വരുന്ന മെറ്റാഹ്യൂമൻ അനിമേറ്റർ, മെറ്റാഹ്യൂമൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്ലഗിൻ എല്ലാം എനേബിൾ ചെയ്തിട്ട് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടന്റ് ബ്രൗസറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെറ്റാഹ്യൂമൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് മെറ്റാഹ്യൂമൻ ക്യാരക്ടർ കാണും, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളെ മെറ്റാഹ്യൂമൻ ക്യാരക്ടർ ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്ത് ടോപ്പോളജി, സ്കിന്ന്, ക്ലേ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതിൽ ഇട്ടുവേണം വർക്ക് ചെയ്യാം. റൈറ്റ് കോർണറിൽ എപ്പിക് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനെ മീഡിയത്തിലാക്കുക. അതിനുശേഷം പ്രീസെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിന് ക്ലോത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെയർ ആൻഡ് ക്ലോത്ത് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈ ക്ലോത്തിന്റെ സാധനം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഈ ക്യാരക്ടറിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ബോഡി ഓപ്ഷനിൽ ബ്ലെൻഡിൽ വേറൊരു ക്യാരക്ടറിന്റെ DNA വെച്ച് ഇതിനെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനായിട്ട് ഈ ക്യാരക്ടറിനെ ബ്ലെൻഡ് പ്രീസെറ്റിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം നേരെ ബോഡിയിലോട്ട് പോകുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പോയിന്റ്സ് കാണും. ഈ പോയിന്റ്സിനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോഡൽ ഓപ്ഷനിൽ പോയിട്ട് ഇതിന്റെ പ്രൊപ്പോർഷൻസും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലോബലിൽ മസ്കുലാരിറ്റി, ഫാറ്റ്, ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ താഴെ അപ്പർ ടോർസോ, ലോവർ ടോർസോ, നെക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതിനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഹെഡ് ഓപ്ഷനിൽ ബ്ലെൻഡിൽ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്ത് ബ്ലെൻഡ് പ്രീസെറ്റിലോട്ട് ഇടുക. അപ്പോൾ അതിനുശേഷം ഫേസ് ഇതേപോലെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ക്യാരക്ടർ ഒന്ന് ഫൈനലൈസ് ചെയ്തതിനു ശേഷം ലെഫ്റ്റ് ടോപ്പിൽ ക്രിയേറ്റ് ഫുൾ റിഗ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.